താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അവസാന അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കി പെസഹാവ്യാഴവും കുരിശുമരണത്തിൻ്റെ ഓർമ്മയിൽ ദുഃഖവെള്ളിയും വന്നെത്തിയിരിക്കുന്നു. ചൂരൽമലയിലെ സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വികാരിയച്ഛനും ഇടവകാംഗങ്ങൾക്കും അക്ഷരാർത്ഥത്തിൽ ഈ ദിവസങ്ങൾ പീഡാനുഭവത്തിൻ്റേതാണ്. കഴിഞ്ഞ വർഷം ഒന്നിച്ച് അപ്പം മുറിച്ച ജോണി ചിറ്റിലപ്പള്ളിൽ കുരിശിൻ്റെ വഴിയുടെ ഗാനങ്ങളാലപിച്ചിരുന്ന നീതു ജോജോ, കുരിശെടുത്ത് എന്നും മുൻപിൽ നടന്നിരുന്ന താർ റോഡിൽ വിശ്വാസ സാക്ഷ്യമായി മുട്ടുകുത്തിയിരുന്ന ജോയ് തേക്കിലക്കാട്ടിൽ തുടങ്ങി 8ഓളം പേരെയാണ് ചൂരൽമല ഇടവകയ്ക്ക് നഷ്ടമായത്. ഉരുളെടുത്തവരെ അനുസ്മരിച്ച് അവരുടെ പ്രിയപ്പെട്ടവരുടെ കാലുകളാണ് ഇന്ന് ഇടവകാ വികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തിൽ കഴുകുന്നത്. ദുരന്ത സ്മരണകളുടെ കയ്പുനീർ മട്ടോളം കുടിച്ചവർക്ക് ഇനിയുള്ള പ്രത്യാശ ഉദ്ധാനം എന്ന ഉറപ്പാണ്. ചൂരൽമല പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഓശാന ഞായറും പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററുമെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വർഷം പിന്നിട്ട് വലിയ സഹനത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ അല്ലെങ്കിൽ കുരിശുമരണത്തിൻ്റെ വഴികളൊക്കെ താണ്ടി ആ ഒരു ഓർമ്മ പുതുക്കുന്ന ദിവസത്തിലേക്ക് അടുത്തു വരികയാണ്. ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 9 മാസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആശങ്കയിലും വേദനയിലും നിരാശയിലുമൊക്കെ കഴിയുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. എന്നാൽ പോലും ഈ ഒരു സഹനത്തെയെല്ലാം ഈശോയുടെ പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയിൽ കഴിയുകയാണ് ഏവരും. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെസഹ രഹസ്യങ്ങൾ വലിയ സന്തോഷത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലുമൊക്കെയാണ് ഞങ്ങളെല്ലാവരും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തത്. എല്ലാവരും വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഈ വർഷവും ആചരണങ്ങൾക്ക് യാതൊരു കുറവും തന്നെയില്ല. എല്ലാ ആചരണങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നമ്മൾ നടത്തുന്നു. കാലകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഉരുൾപൊട്ടലിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിലെ ചേട്ടന്മാരെയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും അത് വലിയൊരു ആശ്വാസവും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുവാനുമൊക്കെ അത് കാരണമായിട്ട് തീരുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെയാണെങ്കിലും ദുഃഖവെള്ളിയാഴ്ചയും നമ്മൾ പരമ്പരാഗതമായിട്ട് കുരിശിൻ്റെ വഴി ചൂരൽമല ടൗണിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വർഷവും അവിടേക്ക് തന്നെയാണ് നമ്മൾ കുരിശിൻ്റെ വഴി പ്രയാണം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതും. ദുഃഖവെള്ളിയാഴ്ചയും പതിവ് കർമ്മങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഈസ്റ്റർ ദിവസത്തിലും ശനിയാഴ്ച വൈകിട്ട് എല്ലാവരും എത്തിച്ചേരുകയും ഈസ്റ്ററിൻ്റെ കർമ്മത്തിലും എല്ലാവരും പങ്കുചേരുകയും ഒക്കെ ചെയ്യും. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഈ വർഷം ഇങ്ങനെ ആരുടെ കാല് കഴുകും എന്ന് ആലോചിച്ചപ്പോൾ പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നുവെങ്കിലും ആത്യന്തികമായിട്ട് അവസാനമായിട്ട് സെലക്ട് ചെയ്തത് ഈ സെൻറ്റ് ജൂഡ് വാർഡ്. അതാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ. അതുകൊണ്ട് അവർ വലിയ സഹനത്തിലൂടെയൊക്കെയാണ് കടന്നു പോയത്. ഈശോയുടെ പീഡാസഹന കുരിശുമരണത്തെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്ന സമയത്തൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ശുശ്രൂഷ മനോഭാവം തുടർന്നും അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അതോടൊപ്പം മാത്രമല്ല പലരുടെയും കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട്.
അവർക്ക് കാലുകൾക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം കുരിശപ്പമൊക്കെ പള്ളിയിൽ നിന്ന് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭവനങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർ ഒരുമിച്ച് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുകയും ഒക്കെ ചെയ്യും. അപ്പം അവർക്കും അത് വലിയൊരു ആശ്വാസവും ദൈവത്തിൻ്റെ ഇടപെടലുമൊക്കെ ആയിട്ട് കാണുവാനും ഒപ്പം കുടുംബത്തിൻ്റെ ആ ഒരു സ്നേഹക്കൂട്ടായ്മയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇതൊക്കെ കാരണമായിട്ട് തീരും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവരുടെ കുടുംബങ്ങളിൽ നിന്നും കാലുകൾക്ക് ശുശ്രൂഷയ്ക്കായിട്ട് 12 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ ദുരന്തങ്ങളും നമുക്ക് ഓരോ മുന്നറിയിപ്പുകൾ തന്നെയാണ്. അത് ദൈവികമായ ഇടപെടലും ഇതിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ദൈവത്തിന് ഒരു കുടുംബത്തിൽ എല്ലാവരെയും കൊണ്ടുപോകാമായിരുന്നു. ഒരു മുറിയിൽ കിടന്നവരാണെങ്കിൽ പോലും അതിൽ 3 പേരെ കൊണ്ടുപോയി ഒരാളെ മാത്രം അവശേഷിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലെല്ലാം നോക്കുമ്പോൾ അത് ജീവിച്ചിരിക്കുന്നവർക്ക് കണ്ടു നിൽക്കുന്നവർക്ക് എല്ലാം വലിയൊരു മാനസാന്തരത്തിനും ഒപ്പം തന്നെ ദൈവികമായ ഇടപെടലുകൾ തിരിച്ചറിയുവാനുമൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഈ സമയത്ത് പലരും പല രീതിയിൽ സഹായിച്ചവരുണ്ട്. ആ ഒരു സഹായമൊക്കെ ദൈവത്തിൻ്റെ സഹായമായിട്ട് ഞാൻ കാണുകയും ചെയ്യുകയാണ്. എൻ്റെ പേര് ജിബു. ഞങ്ങൾ ചുരൽമല ഇടവകയിലെ ഒരു 40 വീട്ടുകാരേ ഉള്ളൂ. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് എല്ലാവരും. ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിലും ദുഃഖ ശനിയാഴ്ച ആണെങ്കിലും എല്ലാവരും പള്ളിയിൽ വരികയും ഒരാൾ പള്ളിയിൽ മിസ്സാണെങ്കിൽ പിറ്റേ ദിവസം കാണുമ്പോൾ എവിടെ പോയി, എല്ലാവരും ഇന്നലെ കണ്ടില്ലല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ്. ഇന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദുഃഖശനിയും 40 വെള്ളിയാഴ്ചയൊക്കെ ഒപ്പം നടന്നവർ ഇന്ന് ഇല്ലാത്ത ഒരു സാഹചര്യം വളരെ വേദനിപ്പിക്കുന്നതാണ്. എൻ്റെ പേര് ലോറൻസ്. ഞങ്ങൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്ന ആ സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ വളരെ ഭംഗിയായി കുരിശിൻ്റെ വഴിക്കും മറ്റ് എല്ലാത്തിനും ഇടവക്കാരെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോയിരുന്ന ഒരു ഇടവകയായിരുന്നു ഞങ്ങളുടെ ഇടവക. ജോയിയും ലീലാമ്മയും നീതുവും ജോജോയും എല്ലാം തന്നെ അവർ മുൻപന്തിയിലുണ്ടാവുമായിരുന്നു. കുരിശിൻ്റെ വഴിക്ക് കുരിശ് ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നത് ജോയി ആയിരുന്നു. അത് ആർക്കും കൊടുക്കാതെ തന്നെ 40 വെള്ളിയാഴ്ചയൊക്കെ കള്ളാടിയിൽ നിന്ന് തുടങ്ങിയാൽ അത് ഏകദേശം ഞങ്ങളുടെ ആ ഗ്രോട്ടോയിലെത്തുന്നോടം വരെ ജോയി ഒരു തോർത്തും തോളത്തിട്ട് അത് കൊണ്ടുപോകുന്നൊരു രംഗം അത് ഞങ്ങൾക്ക് ഇടവക്കാർക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ ലഘുഭക്ഷണത്തിനാണെങ്കിലും ഞങ്ങളോട് എല്ലാവരോടും ഓരോരുത്തരുടെ അടുത്ത് വന്ന് ചോദിക്കും, കിട്ടിയായിരുന്നോ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയായിരുന്നു. അത്ര ആ ഒരു സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ എല്ലാവരും വിട്ടുപോയത്. ഞങ്ങൾക്കത് ഈ വിശുദ്ധ വാരത്തിലോട്ട് കടക്കുമ്പോൾ ഞങ്ങളെല്ലാം അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ജോയി വന്നാലും പള്ളിയുടെ മുൻപിലുണ്ടാവും. ഞങ്ങളുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ജോയി. കൈ കൂട്ടിപ്പിടിച്ചാൽ പിന്നെ അവൻ ആ കൈ വിടാതെ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളായിരുന്നു. എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു ജോയി, എന്തിനും. അതുപോലെ തന്നെ ലീലാമ്മയാണെങ്കിലും ഇനി അവൻ്റെ ജോയിയുടെ മകനായിരുന്നു കൊയറിൽ പാടിക്കൊണ്ടിരുന്നത്. അന്ന് കൊയറിൽ പാടിക്കൊണ്ടിരുന്നത് എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഇവർ പാടാൻ വേണ്ടി വരുമ്പോഴും പാടുമ്പോഴും എല്ലാം ജോയി എന്തൊരു ആനന്ദത്തോടു കൂടിയാണ് മകൻ്റെ ഒക്കെ പാട്ട് ആസ്വദിക്കുന്നത്. പാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് പറയും, പിള്ളേർ നന്നായിട്ട് പാടിയില്ലേ. അത് ഒത്തിരി വേദന. അത് തന്നെയല്ല, അതിന് മുന്നോടിയായിട്ട് അവൻ പറഞ്ഞിരുന്നു, അച്ഛാ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു ഉരുൾ വന്നാൽ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെയെന്ന് ഒരു മുന്നോടിയായെന്ന പോലെ അവൻ പറഞ്ഞും വെച്ചു. അതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം. അവന് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി ഒരു ദുരന്തം വന്നാൽ ഇത് തീരാനുള്ളതേ ഉള്ളൂ എന്ന് അവനതിന് അഡ്വാൻസായിട്ട് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ പോവുകയും ചെയ്തു. എൻ്റെ പേര് സിനി. ഞാൻ ഇടവകയിലേക്ക് വന്നിട്ട് തന്നെ 26 കൊല്ലമായി. ഈ 26 കൊല്ലം മുമ്പ് വരുമ്പോഴും ഈ പള്ളിക്ക് ഒരു നല്ല ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. ഇതൊരു കുടുംബമാണെന്ന് അന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തോന്നലുകൾ എന്നും മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അതിനൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത് നമ്മുടെ ജോയ് ചേട്ടനും. ഞങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു അക്ക എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഒരേകസ്ഥയായ അമ്മയായിരുന്നു. ആ അമ്മയൊക്കെ നമുക്ക് ഒരുപാട് ചിട്ടവട്ടങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ദരിദ്രരായ ഒരു ഇടവക കുടുംബങ്ങളായിരുന്നു ഞങ്ങൾ. ഇവിടെ ജോലിക്കൊക്കെ വന്ന് ഓരോ ജോലി അന്വേഷിച്ചൊക്കെ വന്ന് കൃഷിയിടങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കൃഷിക്കാരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. കുടിയേറി പാർത്തവരാണ് ഇവർ എല്ലാവരും. അങ്ങനെ കുടിയേറ്റക്കാരായി വന്ന് ആ ഇടവകയിലാണ് ഒരു കുടുംബത്തെ കണ്ടെത്തിയിരുന്നത്. ആ കുടുംബം ഒന്നായി നിന്നുകൊണ്ട്
ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും മാത്രമാണ് വിശുദ്ധ ബലി ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഇടവകയിൽ അച്ഛനില്ലാത്തതുകൊണ്ടും നമുക്ക് ഇതര ഇടവകകളിൽ നിന്ന്, നെടുമ്പാലയിൽ നിന്നോ വട്ടത്തുവയലിൽ നിന്നോ പാടിവയലിൽ നിന്നോ അങ്ങനെയുള്ള ഇടവകളിൽ നിന്നാണ് ഞങ്ങൾക്ക് അച്ഛന്മാർ വന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഞങ്ങൾ ഈ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പരിശുദ്ധ ബലി. എന്നാൽ ആ 3 മണി സമയത്തിന് മുമ്പ് തന്നെ എല്ലാവരും എത്തിച്ചേരും. അന്നേരം തൊട്ട് തന്നെ എല്ലാവരും വീട്ടിലെ വിശേഷങ്ങൾ പറയും. അത് കഴിഞ്ഞ് കുർബാന കൂടി കുമ്പസാരങ്ങൾ എന്നാണോ അച്ഛൻ പറയുന്നത് ആ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കുമ്പസാരിക്കും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുമ്പസാരിപ്പിക്കും. കുർബാന സ്വീകരണങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാം ഓരോ ചിട്ടവട്ടങ്ങളോടുകൂടി കഴിഞ്ഞു പോയി. ഈ അക്കയൊക്കെ ആണെങ്കിലും നമുക്കൊരു പെസഹ വ്യാഴാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പാല് സ്വന്തം നമുക്കിവിടെ ഉണ്ടാക്കാമെന്ന് പറയും. എല്ലാവരും അപ്പം ചുട്ടുകൊണ്ട് വരണം എന്നാ പറയുക. അങ്ങനെ കൊണ്ടുവരുന്ന അപ്പം ഞങ്ങൾ മുറിക്കുന്നു. എല്ലാവരും കൂടെ അത് അക്കയൊക്കെ നിന്നാ വിളമ്പിത്തരിക. അങ്ങനെ അവരുടെ ഒരു കാലം കഴിഞ്ഞു. അത് വീണ്ടും തുടർച്ചയായി തന്നെ മുന്നോട്ട് പോയി. നമ്മുടെ ജോയിച്ചേട്ടനൊക്കെ ഒരു ദിവസം പള്ളി വന്ന ഒരാളെക്കുറിച്ച് പോലും അന്വേഷിക്കാതിരിക്കില്ല. എന്തൊരു ചടങ്ങുകളുണ്ടെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച എന്നോ ദുഃഖ ശനിയാഴ്ച എന്നോ വെള്ളിയാഴ്ച എന്നോ വലിയ നോമ്പെന്നോ ഇല്ല. ക്രിസ്തുമസ് ആയാലും എന്താഘോഷങ്ങളായാലും ഓണത്തിനാണെങ്കിൽ പോലും അവരുടെ ഒരു കലാവിരുത് എപ്പോഴും ഉണ്ടാവും. എന്ത് മത്സരങ്ങൾ നടന്നാലും ചേച്ചിയൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുക. അവരുടെ ആ സമ്മാനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ യഥേഷ്ടം നോക്കി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണപരിപാടിയിൽ പോലും വിന്നറായത് നമ്മുടെ ലീലാമ്മ ചേച്ചിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടവകയുടെ സമ്പന്നത എന്ന് പറഞ്ഞാൽ ഈ 40 വീട്ടുകാർ തന്നെയായിരുന്നു. ഞങ്ങളുടെ മുന്നേറ്റത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും ഞങ്ങൾ സന്തോഷിക്കും. ഞങ്ങൾക്ക് നല്ല മക്കളെ കിട്ടുമ്പോൾ. അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ നീതുമോള്. അവൾ ഈ ഇടവകയിലേക്ക് കടന്നു വന്നപ്പം അവളുടെ ആ നല്ല പ്രവർത്തനങ്ങളും അവളുടെ നല്ല കോൺട്രിബ്യൂഷനൊക്കെ കണ്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. നമുക്ക് നല്ല കുഞ്ഞുങ്ങൾ വരുന്നുണ്ടല്ലോ, നമ്മൾ ഇനിയും മുന്നേറും എന്നുള്ള ഒരു പ്രചോദനമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ വിധി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. ഞങ്ങളുടെ നല്ലവരായ മക്കളെയാണ് പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് കയറാൻ ഒരിക്കലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളതിൽ വീണുപോയി. കാരണം ഞങ്ങൾക്കിനി അവരെ കൂടാതുള്ളൊരു മുന്നേറ്റമല്ലേ, അതെത്രത്തോളം കഴിയുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പരസ്പരം നോക്കുമ്പം കാണാൻ കഴിയുന്നത് അവരെ ഓർത്ത് വിതുമ്പുന്ന അവരുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല, ഈ ഇടവകയിലെ ഓരോ ജനങ്ങളെയുമാണ്, ഓരോ വ്യക്തികളെയുമാണ്. ഇന്നും ആ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴോ ജോണി ചേട്ടനെ ഓർക്കുമ്പോഴോ ഒക്കെ വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. കാരണം അവരൊക്കെ നല്ല മാതൃക കാട്ടിത്തന്നിട്ടുണ്ട്. അവരൊക്കെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എല്ലാ ദിവസവും അവർ 4 പേരും ചേർന്ന പള്ളിയിൽ വരിക. എല്ലാ ഞായറാഴ്ചകളിലും അവർ രാവിലെ കുറച്ച് നേരത്തെ തന്നെ വരും. 8 മണിയാകുമ്പോഴത്തെ 8:30-ക്കുള്ള കുർബാനയ്ക്ക് വേണ്ടി 8 മണിയാകുമ്പോൾ തന്നെ പള്ളിയിൽ എത്തിച്ചേരും. പള്ളി കഴിഞ്ഞ് അവർ 4 പേരും കൂടെ പോകുന്നൊരു കാഴ്ചയുണ്ട്. അത് നമുക്ക് ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. അവർ പോകുന്ന ആ പോക്ക് അന്നും പോയതാണ്. തലേദിവസം ഞായറാഴ്ച, തിങ്കളാഴ്ചയാണ് ഉരുൾപൊട്ടുന്നത്. തലേദിവസം ഞായറാഴ്ചയും അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ജോയിച്ചേട്ടനൊക്കെ ലാസ്റ്റ് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്തു. ജോയിച്ചേട്ടൻ എന്നിട്ട് പറഞ്ഞു, സിനി, എൻ്റെ വീട്ടിലൊരു വാഴക്കൊല പഴുത്തിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, നമുക്കത് ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ അയൽവക്കത്തൊക്കെ കൊടുത്തില്ലേ, അതിനൊക്കെ ഒരു പരിധിയില്ലേ സിനി, വലിയ കൊലയാന്ന് പറഞ്ഞു. അപ്പം എന്ത് കൊലയാ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, അത് റോബസ്റ്റ കൊലയാ സിനി, ഒരുപാട് വലുതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമാണ് ചേട്ടാ എന്ന് പറഞ്ഞു. ചേട്ടൻ പിന്നെ അത് നമുക്ക് തരാതെ എങ്ങനെയും ചേട്ടനത് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നേരം പോകുന്നു, വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, സമയമില്ല വരാൻ, അതുകൊണ്ട് ഞാൻ പോവുക വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു, അപ്പോൾ എന്തായാലും കൊണ്ടുപോയേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോനെ പറഞ്ഞയച്ചു. ചേട്ടൻ എന്നിട്ട് ആ കൊല പഴുത്തിട്ട് ആ പഴം എൻ്റെ വീട്ടിലേക്കുള്ളതും നമ്മുടെ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ക്രിസ്റ്റിയുടെ വീട്ടിലേക്കുള്ളതും പിന്നെ പള്ളിയിൽ ടീച്ചേഴ്സിനുള്ളതും ഒക്കെ ഈ മോൻ്റെ കയ്യിൽ വണ്ടിയിൽ കയറ്റി കൊടുത്തു വിട്ടു. അങ്ങനെ ചേട്ടൻ ആ പഴമൊക്കെ തന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയാൻ നേരമായപ്പം ചേട്ടൻ പറഞ്ഞു, പിന്നെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു റെജി പറഞ്ഞു, പാപ്പ കല്ലറയൊക്കെ തീരാനായല്ലോ, പാപ്പനെ ഒരെണ്ണം എടുത്തിട്ടോ, തമാശയായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞപ്പം ആ നോക്കാമെന്നൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞ് ഇവിടെ ഒരു പൂച്ചെടി ഉണ്ടായിരുന്നു. ആ പൂച്ചെടി വെട്ടാൻ പറഞ്ഞു. അതൊരു ഭംഗിയായി പുതിയതായി തളിപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെട്ടാൻ പറഞ്ഞത്. വെട്ടിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു അഭിപ്രായം അത് സെമിത്തേരിയിൽ കൊണ്ടുപോയി നടാം എന്നൊക്കെ പറഞ്ഞ് ജോയിച്ചേട്ടൻ തന്നെ സെമിത്തേരിയിൽ പൂച്ചെടി കമ്പുകളൊക്കെ കൊണ്ട് കുത്തി അന്ന് അങ്ങനെ വീട്ടിലോട്ട് പോയി. രാത്രിയിൽ ഒരു 12 മണിയായപ്പം കേൾക്കുന്നത് ഉരുൾപൊട്ടി ജോയിച്ചേട്ടൻ പോയി എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. അത് കേട്ടാണ് ഞങ്ങളെല്ലാവരും ഓടി ചൂരമല പള്ളിയിലേക്കും ആ സ്പോട്ടിലേക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ജോയിച്ചേട്ടനെയും ലീലാമ്മ ചേച്ചിയും മാത്രമല്ല, ഒരുപാട് നേരം പിടിച്ചു നിന്ന് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിച്ച നമ്മുടെ നീതുമോളും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ഇടം തേടിപ്പോയ പാടിയിലേക്ക് താമസം മാറിയ ജോണിച്ചേട്ടനും കുടുംബവും, അവരൊക്കെ നഷ്ടപ്പെട്ടത് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ ആരൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയായി പറയുകയാണ്. നമ്മുടെ ഇടവകയിലെ 8ഓളം പേരും വിരുന്ന് വന്ന ഒരു കൊച്ച് പാലക്കാട് നിന്ന് വന്നതാണ് ജസ്റ്റിൻ, അവനും, പിന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള നല്ലവരായ ഒരുപാട് ജനങ്ങളുമാണ് പോയത്. ഇവരെയൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മകളാണ്. കാരണം ഈ പ്രദേശത്തേക്ക് ഒരേ ഒരു റൂട്ടേ ഉള്ളൂ. ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ KSRTC ബസ്സിനെയാണ് ആശ്രയിക്കുക. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും, സ്കൂളിൽ പോകുന്ന ഓരോ കുഞ്ഞിനും ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെയും അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൃത്യമായിട്ടറിയാം. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇടമാണിത്. നീതുവൊക്കെ കടന്നു പോകുന്ന ആ ദിവസം, ആ വിനാഴികകളിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം അവൾ ദുരിതത്തിൽ ആണ്ടു പോകുന്ന ആ നിമിഷത്തിൽ പോലും അവൾ അനേകരെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. അവളുടെ ഭവനത്തിൽ അഭയം തേടി വന്ന 30ഓളം ആളുകളെ ഉണ്ടായിരുന്നു. അതിൽ 25ഓളം ആളുകളെ അവൾ രക്ഷപ്പെടുത്താനും അവർക്ക് ചൂടുവെള്ളം കൊടുക്കാനും അവൾ കാണിച്ച ആർജവം സ്വയം രക്ഷപ്പെടുക അതിനേക്കാൾ കൂടുതലായിട്ട് ഉപരിയായിട്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്താനാണ് ആഗ്രഹിച്ചത്. അവൾ എല്ലാവർക്കും ചൂടുവെള്ളം കൊടുത്തു. കിടത്തി ഉറക്കാൻ പറ്റുന്നവരെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളുടെ ഭവനത്തിൽ അവൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു. അവൾക്ക് ആ സമയത്ത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൾ അവസാനം ഇനിയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അവളുടെ സാരികളെല്ലാം കോർത്തിണക്കി ഒരു കയറാക്കിക്കൊണ്ട് അതിനെ അക്കരയ്ക്ക് എറിഞ്ഞു കൊടുത്ത് അതവരൊരു കയറ് പോലെയാക്കി അതിലൂടെ പിടിച്ച് 25ഓളം ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി വന്ന ആളുകളിൽ 5 പേരാണ് നഷ്ടപ്പെട്ടത്. ആ അവസാന നിമിഷം വരെ അവൾ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിൽ എല്ലാവരിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആവേശം നമ്മളോട് എല്ലാവരോടും വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സാഹചര്യം അനുവദിച്ചില്ല. ഇന്ന് പലതിനും വേണ്ടി പല ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുന്ന അനേകം ജനതകളുണ്ട്. ഒന്നേ നമുക്ക് പറയാനുള്ളൂ, കർത്താവിൻ്റെ നിശ്ചയം പോലെ സംഭവിക്കട്ടെ. ഈ ഇടവക കുടുംബത്തെ ആരും ചിതറിക്കാൻ ഇടവരാതിരിക്കട്ടെ. ഇത് എന്നും ഒരു കൂട്ടായ്മയെ നിലനിൽക്കാൻ, ഞങ്ങളെ എന്നും നിലനിർത്താൻ കർത്താവ് കരുണയാകാൻ ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. അതിന് മനുഷ്യൻ്റെ ഉദ്യമങ്ങളെ തോൽപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശയോടെ നിൽക്കുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ഇതിലേക്ക് വന്ന കാലം തൊട്ടുള്ള ഓർമ്മയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഇടവകയാണിത്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും വളരെ സൗഹാർദ്ദവും സ്നേഹപൂർവ്വവും സഹകരണത്തോടു കൂടിയാണ് ഒന്നിച്ച് കഴിഞ്ഞിരുന്നത്. ഏറ്റവും മുന്നിൽ ജോയിച്ചേട്ടനുണ്ടാവും, കുർബാനയ്ക്ക് നീതു ഉണ്ടാവും, ലീലാമ്മ ഉണ്ടാവും, പിന്നെ അനുഗ്രഹ്, അഭിനവ്, ഷിസിൻ, ഇവരൊക്കെ മുന്നിൽ തന്നെയുള്ളവരാണ്. അനുഗ്രഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് കുർബാനയ്ക്ക് കൂടുന്നൊരു ശുശ്രൂഷകനായിരുന്നു. അവന് ഇടയ്ക്കൊക്കെ വൈകി വരുമ്പോൾ നേരത്തെ വരണമെന്ന് പറയും. അപ്പം നേരത്തെ വരുമായിരുന്നു. പറഞ്ഞ നല്ല അനുസരണമുള്ളൊരു കുട്ടിയായിരുന്നു അവൻ. വളരെ അനുസരണമുള്ള, ഒരു ദേഷ്യമോ അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ പിള്ളേർക്കുള്ള പോലെ ഒരു എതിര് പറയുക അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. അത്ര നല്ലൊരു കൊച്ചായിരുന്നു. നമ്മളുടെ ഇവിടെ ആദ്യമൊക്കെ കാലുകൾ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ആൾക്കാരെ തിരഞ്ഞ അച്ഛനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. കാരണം എല്ലാവർക്കും മടിയായിരുന്നു കയറാനും ഇരിക്കാനും ഒക്കെ. പക്ഷേ കുറേ കാലങ്ങളായിട്ട് കാല് കഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ വന്ന് 12 പേര് അവരിയ്ക്കും. അവർക്കതിന് ഒരു മടിയില്ലാതായി. കാരണം അവർ ഈശോയോട് അത്ര അടുത്തു. അതുപോലെ തന്നെ ഈ ഇടവകയിൽ നമ്മൾ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ ഇവിടെ. ആ ഓരോരുത്തരിയ്ക്കുന്ന അതാത് ചെയറിലാണ് ഓരോരുത്തരും വന്നിരിക്കുക. ആ വ്യക്തി വന്നിട്ടില്ലെങ്കിൽ ആ കസേര അവിടെ ഒഴിഞ്ഞു കിടക്കും.
അച്ഛൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും. എന്നോട് ചോദിക്കും ലോർസേട്ടാ എവിടെ പോയെന്ന്. ഒരു ദിവസം പോലും സുഖമില്ലാതായാൽ മാത്രമേ ഒഴിവാകാറുള്ളൂ, അല്ലെങ്കിൽ ആ ചെയറിൽ ഞാനുണ്ടാവും. അതുപോലെ തന്നെ ജിബുവും ജോയയും എല്ലാവരും അതാത് കസേരകളിൽ അവരുണ്ടാവും. അവരില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ അങ്ങനെ പോയിരുന്ന ഒരു ഇടവകയിൽ ഇനിയും മറ്റുള്ളവരുടെ ആ ഒഴിഞ്ഞ കസേര കാണുമ്പോൾ ഉള്ള ഒരു വിഷമം, അതൊരു ഭയങ്കര വിഷമം തന്നെയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ ചെയർ അവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ എന്നുള്ളൊരു കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തൊരു കാര്യം പറഞ്ഞാൽ, പള്ളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള വലിയ വലിയ പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. പള്ളി കുർബാന കഴിഞ്ഞ ആ നിമിഷം വണ്ടികൾ സ്റ്റാർട്ടാവുന്നു, ആൾക്കാർ പോകുന്നു. അച്ഛനോടൊന്ന് വർത്തമാനം പറയാനോ നിൽക്കാനോ ഒന്നും ആർക്കും സമയമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുർബാന കഴിഞ്ഞാൽ എല്ലാവരും പള്ളിമുറ്റത്തുണ്ടാവും. അച്ഛൻ ഇറങ്ങി വരും, അച്ഛനോട് ഒത്തിരി വർത്തമാനം പറയും, പരസ്പരം എല്ലാവരും സ്നേഹങ്ങൾ പങ്കുവയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് ടീച്ചർമാർ വേദപാഠത്തിന് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഞങ്ങളൊക്കെ പിരിഞ്ഞു പോവുക. പിന്നെ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ ഒരു കൊച്ചച്ഛനാണ്. അച്ഛൻ സഹിച്ച സഹനങ്ങൾ ചില്ലറയൊന്നുമല്ല. വളരെയധികം വേദനയോടുകൂടിയാണ് അച്ഛൻ ഓരോ പ്രാവശ്യവും ഞങ്ങളോട് സംസാരിക്കുന്നത് തന്നെ. അച്ഛൻ പല പ്രാവശ്യവും വിതുമ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഈ ഉരുൾപൊട്ടിയ സമയത്ത് ചൂരൽമല ടൗണിലെത്തിയായിരുന്നു. അന്നേരം രണ്ടാമത്തെ പൊട്ട് വരുന്ന സമയത്ത് ചൂരൽമല ടൗണിൽ നിന്ന് തുടങ്ങി ഒരു 100 ചില്ലറ ആൾക്കാർ ഓടുവാണ് ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനും ചൂരൽമല തുടങ്ങി പള്ളി വരെ ഓടി. കാരണം ഇത് എതിലാണ് വരുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ അത്ര ഭീകരാവസ്ഥയിൽ പോലും അങ്ങോട്ട് ഓടിയെത്താൻ കാണിച്ച അച്ഛൻ്റെ ആ ഒരു വലിയ മനസ്സ് അതൊരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ അച്ഛൻ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ മനസ്സ് അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ആർക്ക് എവിടെയാണ് കുറവ് വന്നതെന്ന് തെരഞ്ഞു പിടിച്ച് ആ കുറവ് നികത്താൻ വേണ്ടി അച്ഛൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ത്യാഗം അതെന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകേനെ ഒന്ന് കൈകോർത്ത് പിടിക്കാനും ബാക്കിയുള്ളവരെ ചേർത്ത് നിർത്താനും മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കാനും അച്ഛൻ ചെയ്യുന്ന ഒരു വലിയ കൃപ, അതൊരു കുഞ്ഞ് അച്ഛനാണെന്നും കൂടെ ആലോചിക്കണം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇത്. കാരണം ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള അച്ഛന് അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കേട്ടാൽ മതി, അപ്പം വിളിക്കും പോലെ വിളിക്കുക. ഞങ്ങളെ അത്ര സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്നൊരു അച്ഛനെ, ദൈവമേ അച്ഛനെ അവിടുന്ന് ഉന്നതങ്ങളിൽ എത്തിക്കണേ എന്നാണ് ഞങ്ങളുടെ ഈ ഇടവകയിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. നമ്മുടെ എല്ലാം മരണത്തിന് മുൻപായിട്ട് വലിയ സഹനങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ചിലർ രോഗശയ്യയിലായിരിക്കും, ആ ഒരു സഹനത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ ഭൂമിയിലെ യാത്ര എന്ന് പറയുന്നത് വിശദീകരിക്കപ്പെട്ടുള്ള യാത്രയാണ്. ഈ ഉരുൾപൊട്ടിയ പശ്ചാത്തലത്തിലാണെങ്കിലും എല്ലാവരും വലിയ സഹനത്തിലൂടെയാണ് കടന്നുപോയത്. മരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കല്ലിൻ്റെയും ഭീകരമായിട്ടുള്ള ആ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ തങ്ങളുടെ തന്നെ ശരീരം പല കഷ്ണങ്ങളായിട്ട് തീർന്നുകൊണ്ട് അവരും വലിയ സഹനത്തിലൂടെയാണ് കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ആ ഒരു പീഡാസഹനം അവർക്ക് ഉദ്ധാനത്തിന് കാരണമാകും. വിശുദ്ധരെ പോലെ ദൈവതിരുസന്നിധിയിൽ അവരും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസവും പ്രാർത്ഥനയും. ആലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി